Seminar topic Stack. What is stack? A stack is a linear data structure that follows the LIFO principle, last in, first out. Stack has one end whereas the queue has two ends. It contains only one pointer, top pointer, pointing to the topmost element of the stack. Whenever an element is added in the stack, it is added on the top of the stack, and the element can be deleted only from the stack. In other words, a stack can be defined as a container in which insertion and deletion can be done from the one end known as top of the stack. എന്താണ് സ്റ്റാക്ക്? സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റാക്കിന് ഒരു എൻഡേ ഉള്ളൂ, ബട്ട് ക്യൂവിന് ടു എൻഡ് ഉണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ. സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നർ, അതിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷനും ഒരു എൻഡിൽ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത്. Working of stack. Stack works on the LIFO pattern. As we can observe in the below figure, there are 5 memory blocks in the stack. Therefore, the size of the stack is 5. Stack LIFO പാറ്റേണിലാണ് വർക്ക് ചെയ്യുക. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഫിഗറിലുള്ളതിൽ 5 മെമ്മറി ബ്ലോക്സ് ആണ് സ്റ്റാക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ സൈസ് ഓഫ് ദ സ്റ്റാക്ക് 5 ആണ്. സപ്പോസ് വി വാണ്ട് ടു സ്റ്റോർ ദ എലമെൻറ്റ് ഓഫ് എ സ്റ്റാക്ക് in a stack, and let's assume that stack is empty. We have taken the stack of the size 5 as shown in below, in which we are pushing the elements one by one until the stack become full. നമ്മൾ സപ്പോസ് ഒരു സ്റ്റാക്ക് എടുക്കുകയാണ്, അതിൽ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ. നമുക്ക് അസ്യൂം ചെയ്യാം ഈ സ്റ്റാക്ക് എം ടി ആണ്. ഈ സ്റ്റാക്ക് 5 ആണ് സൈസ് എടുത്തത്. ഇനി നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്, വൺ ബൈ വൺ ആയിട്ട് സ്റ്റാക്ക് ഫുൾ ആവുന്നത് വരെ ഇൻസേർട്ട് ചെയ്യാൻ പോകും. Since the stack is full, as the size of the stack is 5, in the above cases we can observe that it goes from the top to bottom when we were entering the new element in the stack. The stack gets filled up from the bottom to top. നമ്മൾ സ്റ്റാക്ക് ഫുള്ളായി, കാരണം സൈസ് 5 ആണല്ലോ. അതേപോലെ ഈ കേസിലുള്ളത് നമ്മൾ ടോപ്പ് ടു ബോട്ടം ആയിട്ടാണ് ഫിൽ ചെയ്യുന്നത്. എൻട്രിങ് ദ എലമെൻറ്റ് ഇൻ ദ സ്റ്റാക്ക് മുകളിൽ കൂടെ. ദ സ്റ്റാക്ക് ഗെറ്റ്സ് ഫിൽഡ് അപ്പ് ഫ്രം ദ ബോട്ടം ടു ടോപ്പ്. താഴെ തൊട്ട് മുകളിലേക്കാണ് ഇത് ഫില്ലായി വരുന്നത്. അതേപോലെ വെൻ വി പെർഫോം ഡിലീറ്റ് ഓപ്പറേഷൻ ഓൺ ദ സ്റ്റാക്ക്, ദർ ഇസ് ഓൺലി വൺ വേ ടു എൻട്രി ആൻഡ് എക്സിറ്റ്. ആസ് ദ അതർ എൻഡ് ഇസ് ക്ലോസ്ഡ്, ഇറ്റ് ഫോളോസ് ദ LIFO പാറ്റേൺ, വിച്ച് മീൻസ് ദാറ്റ് ദ വാല്യൂ എൻറ്റേർഡ് ഫസ്റ്റ് വിൽ ബി റിമൂവ്ഡ് ലാസ്റ്റ്. ഇനി നമ്മൾ ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്യാണ് സ്റ്റാക്കിൽ എന്ന് വെച്ചാൽ ഒറ്റൊരു എൻട്രിയും എക്സിറ്റും ഒരു ഭാഗത്ത് തന്നെയാണല്ലോ, മറ്റേ എൻഡ് ക്ലോസ് ആണല്ലോ. സോ ഇറ്റ് ഫോളോസ് LIFO പാറ്റേൺ. LIFO പാറ്റേൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റാണ് റിമൂവ് ആയത്. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക, ലാസ്റ്റ് എൻ്റർ ചെയ്ത 5 എന്നുള്ളൊരു എലമെൻറ്റിനാണ്. ഇനി കീ പോയിൻറ്റ്സ്. It is called a stack because it behaves like a real world stack, piles of books, etc. A stack is an abstract data type with a predefined capacity, which means that it can store the elements of a limited size. It is a data structure that follows some order to insert and delete, and that order can be LIFO or FILO. സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഒരു റിയൽ വേൾഡ് സ്റ്റാക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ബുക്സൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അതേപോലെ തന്നെ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഡാറ്റ സ്ട്രക്ചർ ഇൻസേർട്ടും ഡിലീറ്റും ഒക്കെ എലമെൻസിന് ചെയ്യുന്നത് ഓർഡർ. LIFO എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ FILO ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, ഫസ്റ്റ് കയറുന്നത് ലാസ്റ്റ് പുറത്താവും, ലൈക്ക് ദാറ്റ്. സ്റ്റാൻഡേർഡ് സ്റ്റാക്ക് ഓപ്പറേഷൻസ്. The following are some common operations implemented on the stack. Push. When we insert an element in a stack, then the operation is known as push. If the stack is full, then the overflow condition occurs. Standard stack operations കുറച്ച് ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പുഷ്. പുഷ് എന്ന് വെച്ചാൽ
ഒരു എലമെൻറ്റിനെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ആ ഇൻസേർഷൻ എന്നുള്ളൊരു പ്രോസസ്സിനാണ് പുഷ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിപ്പം ഒരു സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം ആ സ്റ്റാക്ക് ഓൾറെഡി ഫുള്ളാണെങ്കിൽ എന്നിട്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ എത്തുന്നതിനാണ് ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോപ്പ്. വെൻ വി ഡിലീറ്റ് an element from the stack, the operation is known as pop. If the stack is empty, means that no element exists in the stack. This state is known as an underflow state. സപ്പോസ് ഈ പോപ്പ് എന്നാണ് അടുത്തത്. നമ്മളൊരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാണ്. ആ ഡിലീഷൻ, ആ ഒരു ഓപ്പറേഷനാണ് പോപ്പ് എന്ന് പറയുക. ഓപ്പറേഷൻ മീൻസ് ഡിലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്കാണ് പോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പറേഷനാണ് പോപ്പ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണ്, അതിൽ എലമെൻറ്റ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ പിന്നെയും അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നതിനാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. ആ ഒരു സ്റ്റേറ്റിനാണ് അണ്ടർഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എംപ്റ്റി. ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ ദ സ്റ്റാക്ക് ഇസ് എംപ്റ്റി ഓർ നോട്ട്. ഈ ഇസ് എംപ്റ്റി പറഞ്ഞൊരു ഓപ്പറേഷൻ ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലേന്ന് ഡിറ്റർമൈൻ ചെയ്യും. ഇസ് ഫുൾ, ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ ദ സ്റ്റാക്ക് ഇസ് ഫുൾ ഓർ നോട്ട്. ഈ ഒരു ഇസ് ഫുൾ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു സ്റ്റാക്ക് ഫുള്ളാണോ അല്ലേ എന്ന് പറയുന്നു. പീക്ക്, ഇറ്റ് റിട്ടേൺസ് ദ എലമെൻറ്റ് അറ്റ് എ ഗിവൺ പൊസിഷൻ. പീക്ക് എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റിന് ഒരു ഗിവൺ പൊസിഷനിൽ റിട്ടേൺ ചെയ്യും. കൗണ്ട്, ഇറ്റ് കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അവൈലബിൾ ഇൻ എ സ്റ്റാക്ക്. കൗണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു സ്റ്റാക്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അവൈലബിൾ എത്ര ആണെന്നുള്ളത് റിട്ടേൺ ചെയ്യും. ചേഞ്ച്, ഇറ്റ് ചേഞ്ചസ് ദ എലമെൻറ്റ് അറ്റ് എ ഗിവൺ പൊസിഷൻ. ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഗിവൺ പൊസിഷനിലുള്ള എലമെൻറ്റിനെ ചേഞ്ച് ചെയ്യും. ഡിസ്പ്ലേ മീൻസ് ഇറ്റ് പ്രിൻറ്റ്സ് ഓൾ ദ എലമെൻറ്റ്സ് അവൈലബിൾ ഇൻ എ സ്റ്റാക്ക്. ഒരു സ്റ്റാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും പ്രിൻ്റ് ചെയ്യും. ദാറ്റ് ഇസ് സ്റ്റാക്ക്. പുഷ് ഓപ്പറേഷൻ. The steps involved in push operation is given below. Before inserting an element in a stack, we check whether the stack is full. പുഷ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് താഴെ കൊടുത്തത്. നമ്മളൊരു എലമെൻറ്റിനെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യും സ്റ്റാക്ക് ഫുള്ളാണോ അല്ലേ. If we try to insert the element in a stack and the stack is full, then the overflow condition occurs. നമ്മൾ സപ്പോസ് ഒരു എലമെൻറ്റിനെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്, ആ സ്റ്റാക്ക് ഫുള്ളും ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഓവർഫ്ലോ കണ്ടീഷനാണ് നടക്കുന്നത്. When we initialize a stack, we set the value of top as -1 to check that stack is empty. നമ്മളിപ്പോൾ ഒരു സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്യും. എന്തെന്ന് വെച്ചാൽ ടോപ്പ് ഹാസ് -1, വെദർ ദ സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ടോപ്പ് ഈക്വൽ ടു -1. വെൻ ദ ന്യൂ എലമെൻറ്റ് ഇസ് പുഷ്ഡ് ഇൻ എ സ്റ്റാക്ക്, first the value of the top gets incremented, that is top equal to top plus 1, and the element will be placed at the new position of the top. ഇനി നമ്മളൊരു സ്റ്റാക്ക്, ഒരു എംപ്റ്റി സ്റ്റാക്കിലേക്ക് പുതിയൊരു എലമെൻറ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആവും. ഇൻക്രിമെൻറ്റ് മീൻസ് ടോപ്പ് പ്ലസ് 1 ആവും. ആൻഡ് ദ എലമെൻറ്റ് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ദ ന്യൂ പൊസിഷൻ. ആ ഒരു എലമെൻറ്റ് ഒരു പുതിയ പൊസിഷൻ, ഇപ്പം ടോപ്പ് ഈക്വൽ ടു -1 എന്നുള്ളത് ടോപ്പ് ഈക്വൽ ടു 0 എന്നാവും. ദ എലമെൻറ്റ്സ് വിൽ ബി ഇൻസർട്ടഡ് അൺടിൽ വി റീച്ച് ദ മാക്സ് സൈസ് ഓഫ് ദ സ്റ്റാക്ക്. അങ്ങനെ നമ്മൾ സ്റ്റാക്കിൻ്റെ സൈസ് എത്രയാണോ ആ ഒരു സൈസ് ഫുള്ളാവുന്നത്, മാക്സിമം ആവുന്നത് വരെ ഇൻസർഷൻ നടക്കും. Pop operation. The steps involved in the pop operation is given below. Before deleting the element from the stack, we check whether the stack is empty. ഈ ഒരു പോപ്പ് ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ബിഫോർ ഡിലീറ്റിംഗ് ദ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക്, വി ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഇസ് എംപ്റ്റി. നമ്മളിപ്പോൾ ഒരു എലമെൻറ്റ് ഒരു സ്റ്റാക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യും ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലെങ്കിൽ അതിൽ എലമെൻറ്റ്സ് ഉണ്ടോ എന്നത്, അല്ലെങ്കിൽ എംപ്റ്റി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് ദ എലമെൻറ്റ്സ് ഫ്രം ദ എംപ്റ്റി സ്റ്റാക്ക്, ദെൻ ദ അണ്ടർഫ്ലോ കണ്ടീഷൻ ഒക്കേഴ്സ്. സപ്പോസ് ഇപ്പോൾ ഒരു സ്റ്റാക്ക് എംപ്റ്റി സ്റ്റാക്കാണ്, അതൊന്നും നമ്മൾ പിന്നെയും ഡിലീറ്റ് എന്ന ഓപ്പറേഷൻ, ഒരു പോപ്പ് ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ അണ്ടർഫ്ലോ കണ്ടീഷനാണ് ഒക്കർ ചെയ്യുക. ഇഫ് ദ സ്റ്റാക്ക് ഇസ് നോട്ട് എംപ്റ്റി, വി ഫസ്റ്റ് ആക്സസ് ദ എലമെൻറ്റ് വിച്ച് ഇസ് പോയിൻറ്റഡ് ബൈ ദ ടോപ്പ്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് എംപ്റ്റി അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആക്സസ് ചെയ്യുക അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിൽ
40 ആണ് കാണുന്നത്. ആ 40 പോപ്പ് ചെയ്യുന്ന ഉള്ളതാണ് നോക്കുക. Once the pop operation is performed, the top is decremented by 1. ഒരു പോപ്പ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് -1 എന്നുള്ളതാവും. അങ്ങനെ നമ്മൾ ഓരോ എലമെൻറ്റിനെയും പോപ്പ് ചെയ്ത് ലാസ്റ്റ് എം ടി ആവും. ഈ ഒരു കണ്ടീഷനാണ് പോപ്പ് ഓപ്പറേഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ബാലൻസിങ് ഓഫ് സിമ്പിൾസ്, സ്ട്രിംഗ് റിവേഴ്സൽ, അൺഡു റീഡു, റിക്കർഷൻ, ബാക്ക് ട്രാക്കിംഗ്, എക്സ്പ്രഷൻ കൺവേർഷൻ. ഇതൊക്കെയാണ് സ്റ്റാക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതോടെ സ്റ്റാക്ക് എന്നുള്ളൊരു ഭാഗം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.